നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പെട്ടുപോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ടെൻഷനായിരിക്കും. കാരണം നമ്മുടെ ചെടികൾ എന്താക്കുന്നത്, ചെടികളെ നനച്ചിട്ടില്ലല്ലോ, ഇനി പൂക്കൾ ആരെങ്കിലും പറിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ടെൻഷനായിരിക്കും അല്ലേ. നമ്മൾ കുട്ടികളൊക്കെ വീട്ടിൻ്റെ എന്താ പറയുക മുന്നിലൊക്കെ സിറ്റ് ഔട്ടിലൊക്കെ ഇരുത്തിയിട്ട് പോയ ആ ഒരു ടെൻഷനായിരിക്കും നമുക്ക് ചെടിയുടെ കാര്യത്തിലും. കാരണം നമുക്ക് ദിവസവും നമ്മളൊന്ന് ചെടി നോക്കിയിട്ടില്ലെങ്കിൽ, നമ്മുടെ ശ്രദ്ധ തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക, ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ എനിക്ക് ഞാനൊന്നും നനയ്ക്കാൻ പറ്റിയിട്ടില്ല വൈകുന്നേരം, ഇന്നലെയും നനയ്ക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വന്നതിന് ശേഷം വൈകുന്നേരം ഒരു 6 മണിക്ക് ഞാൻ ചെടികളൊക്കെ നനച്ചു. അപ്പോൾ രാവിലെ തന്നെ ഞാനൊന്ന് ഇറങ്ങി ചെടികളൊക്കെ എന്തായിട്ടുണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടല്ലേ. നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സമാധാനമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുഴുവൻ അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ നമുക്ക് ആ ടെൻഷനായിരിക്കും അല്ലേ. കാരണം നമ്മൾ ഇത്രത്തോളം നോക്കിയിട്ട് ചെടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെയല്ലേ? എനിക്കങ്ങനെ കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ചെടിയുടെ കാര്യത്തിന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഓരോ ചെടി ഞാനിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെടികൾക്ക് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കേണ്ട എന്താണ്, വെള്ളം എന്തായാലും കൊടുക്കണം. വെള്ളം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചെടി എന്തായാലും ചീഞ്ഞു പോകും. അപ്പോൾ എൻ്റെ ബട്ടർഫ്ലൈ പ്ലാന്റ് ഇതാ ഒരു കുഞ്ഞു തൈ കണ്ടില്ലേ, അതിൽ 4 ഫ്ലവറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവറൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഫ്ലവർ കാണുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് റീപ്പോർട്ട് ചെയ്യണം, ചെറിയൊരു കുഞ്ഞിതിലാണ് ഉള്ളത്, അപ്പോൾ റീപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്താ പറയുക, പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ നോക്കി നമുക്ക് അടുക്കളയിൽ സമയം ചിലവഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം എനിക്ക് ചെടീൻ്റെ അടുത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെടികൾ സ്നേഹിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ പിന്നെ സ്പൈഡർ പ്ലാന്റിലും പൂ വിരിഞ്ഞിട്ടുണ്ട്. പൂ വിരിഞ്ഞ് മാത്രമായിട്ടോ ഇന്ന് എടുക്കുന്നത്, വേറെ ചെടികളൊന്നും കാണിക്കുന്നില്ല. എപ്പീഷ്യ പ്ലാന്റിൻ്റെയൊക്കെ പൂക്കളെ കാണുമ്പോൾ നമുക്ക് ചെടിയെ കാണുന്നതിനെക്കാട്ടും ഒരുപാട് സന്തോഷമാണല്ലേ പൂക്കളെ കാണുമ്പോൾ. അപ്പോൾ ഓരോ പൂക്കളും നമ്മൾ അത്രത്തോളം നമ്മൾ ഭൂതക്കണ്ണാടിയൊക്കെ വെച്ച് നിരീക്ഷിക്കുമ്പോഴേക്ക് നിരീക്ഷിക്കല്ലേ, അങ്ങനെയാണ്. അപ്പോൾ ഞാനിങ്ങനെ നടന്ന്, കാരണം എല്ലാ പൂക്കളെയൊക്കെ ഒന്ന് നോക്കി ചെടികളെയൊക്കെ ഒന്ന് താലോലിച്ച് തൊട്ട് തലോടിയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് തന്നെ ഒരു സമാധാനം, ഒരു സന്തോഷവും സംതൃപ്തിയൊക്കെ കിട്ടിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ.